Welcome back to our science class. Today we will study the 16th chapter of Standard 7 Science. 16th chapter of Standard 7 Science. That is water, a precious resource. This is your 16th chapter, water, a precious resource. Okay, the previous class, Standard 6, you are already studying about water. Water cycle, ഇതെല്ലാം നിങ്ങൾ പഠിച്ചാണ്. വാട്ടർ സൈക്കിൾ, പിന്നെ ഡ്രോട്ട് അല്ലേ, ഫ്ലഡ്, ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ പഠിച്ചതാണ്. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണ് വാട്ടർ എ പ്രഷ്യസ് റിസോഴ്സ്. സോ ലെറ്റ് us learn them in detail. Sixteenth chapter, water, a precious resource. If you have water, you can think of the future. Okay, can you see this? This is your 16th chapter, water, a precious resource. If you have water, you can think of the future. Okay. അതായത് വേൾഡ് വാട്ടർ ഡേ. എന്നാണ് വേൾഡ് വാട്ടർ ഡേ? ഇറ്റ് ഈസ് 22 മാർച്ച് 22 ആണ് നമ്മളെല്ലാ വർഷവും വേൾഡ് വാട്ടർ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്യാൻ യു സീ ദിസ്? ദർ ഈസ് സം പോസ്റ്റേഴ്സ്. അതായത് എ സ്കൂൾ സെലിബ്രേറ്റഡ് വാട്ടർ ഡേ ആൻഡ് ഇൻവൈറ്റഡ് പോസ്റ്റേഴ്സ് ഫ്രം ദ ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ഗ്രൂപ്പ്. സം ഓഫ് ദ പോസ്റ്റേഴ്സ് പ്രസൻറ്റഡ് ഓൺ ദ ഡേ ആർ ഷോൺ. അതായത് ഒരു സ്കൂളിൽ വാട്ടർ ഡേക്ക് മാർച്ച് 22 ആണ് വേൾഡ് വാട്ടർ ഡേ. അന്ന് ഒരു സ്കൂളിൽ പോസ്റ്റർ, വേൾഡ് വാട്ടർ ഡേയോടനുബന്ധിച്ചുണ്ടാക്കിയ പോസ്റ്ററാണ് തന്നിരിക്കുന്നത്. ക്യാൻ യു സീ ദിസ്? സേവ് വാട്ടർ, സേവ് എവറി ഡ്രോപ്പ് ഓഫ് വാട്ടർ. യു ക്യാൻ സേവ് വാട്ടർ. നെക്സ്റ്റ് ഈസ് എവറി ഡ്രോപ്പ് കൗണ്ട്സ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നെഴുതിയിട്ട് വാട്ടർ എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? ഇതൊക്കെ പോസ്റ്റേഴ്സാണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റേഴ്സൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്? നമുക്കൊരു അവയർനെസ് തരാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ദ എമൗണ്ട് ഓഫ് വാട്ടർ റെക്കമെൻഡഡ് ബൈ ദ യുണൈറ്റഡ് നേഷൻസ് ഫോർ ഡ്രിങ്കിങ്, വാഷിംഗ്, കുക്കിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് പ്രോപ്പർ ഹൈജീൻ ഈസ് എ മിനിമം ഓഫ് 50 liters പെർ പേഴ്സൺ പെർ ഡേ. അതായത് യുണൈറ്റഡ് നേഷൻസ് പറയുന്നതനുസരിച്ച് ഒരാൾക്ക് ഒരു ദിവസം യൂസ് ചെയ്യാനുള്ള വാട്ടറിൻ്റെ അളവെന്ന് പറയുന്നത് 50 liters ആണ്. ദിസ് എമൗണ്ട് ഈസ് എബൌട്ട് 2.5 buckets ഓഫ് വാട്ടർ പെർ പേഴ്സൺ പെർ ഡേ. ഇതെന്ന് പറഞ്ഞാൽ 50 liters എന്ന് പറഞ്ഞാൽ ഒരു 2 ബക്കറ്റും ഒരു 1/2 ബക്കറ്റും വാട്ടറാണ് ഒരാൾ ഒരു ദിവസം ഉപയോഗിക്കണം എന്ന് യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇൻ സം പ്ലേസസ് ദർ ഈസ് ആൻ അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് വാട്ടർ, ടാപ്സ് റണ്ണിങ് ഡ്രൈ, ലോങ് ക്യൂസ് ഫോർ വാട്ടർ, ഫൈറ്റ്സ്, മാർച്ച് ആൻഡ് പ്രൊട്ടസ്റ്റ് ഫോർ ഡിമാൻഡ് ഓഫ് വാട്ടർ ഹാവ് ബിക്കം എ കോമൺ സൈറ്റ്. ഓക്കെ, അതായത് ചില സ്ഥലങ്ങളിലൊക്കെ വാട്ടർ എങ്ങനെയാണ്, വാട്ടർ സ്കേഴ്സിറ്റി അല്ലേ, ഷോർട്ടേജ് ഓഫ് വാട്ടർ അനുഭവപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ എങ്ങനെയാണ് വാട്ടറിന് വേണ്ടിയിട്ട് ലോങ് ക്യൂസ് ഒക്കെ ഉണ്ട് അല്ലേ, ലോങ് ക്യൂ ഫോർ വാട്ടർ. ക്യാൻ യു സീ ദിസ്? എന്നിട്ട് അവിടെ ഫൈറ്റൊക്കെ നടക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? വാട്ടറിന് വേണ്ടിയിട്ട് അല്ലേ? There is an activity for you. Collect clipping from newspaper and magazines on the news items, articles and pictures related to water shortage. അതായത് വാട്ടർ ഷോർട്ടേജിനോടനുബന്ധിച്ച് നമ്മുടെ ന്യൂസ് പേപ്പറിലൊക്കെ വന്നിട്ടുള്ള ക്ലിപ്പിങ്സ് ഒക്കെ കളക്ട് ചെയ്യണം. ഓക്കെ, അതാണ് ഒരു ആക്ടിവിറ്റി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ലിസ്റ്റ് സം പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ പീപ്പിൾ ആൻഡ് ഡിസ്കസ് them in class. Okay, next is, can you see this? Year 2003 was observed as the International Year of Fresh Water to make people aware of this
dwindling natural resource. Okay. അതായത് 2003 ആണ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഫ്രഷ് വാട്ടർ എന്നറിയപ്പെടുന്നത്. ക്യാൻ യു സീ ദിസ്? നെക്സ്റ്റ് ഈസ് ഹൗ മച്ച് വാട്ടർ ഈസ് അവൈലബിൾ. യു ആർ അവെയർ ദാറ്റ് about 71% of the earth surface is covered with water. അതായത് നമ്മുടെ ഈ എർത്തിൻ്റെ 71% വാട്ടറാലാണ് കവർ ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഓൾ ദ വാട്ടർ ഓൺ ദ എർത്ത് ഈസ് contained in the seas, oceans, rivers, lakes, ice caps as groundwater and in the atmosphere. Okay, almost all the water on the earth is contained in the seas, oceans. ഈ നമ്മൾ പറഞ്ഞ ഈ 71% ഓഫ് വാട്ടർ ഇത് എവിടെയാണുള്ളത്? ഓഷ്യൻസിൽ, റിവേഴ്സിൽ, ലേക്സ്, അതുപോലെ തന്നെ ഐസ് ക്യാപ്സ്, ഗ്രൗണ്ട് വാട്ടർ, അങ്ങനെയാണ് പല പല ഭാഗങ്ങളിലായിട്ടാണ് ഈ വാട്ടർ ഉള്ളത്. ഓക്കെ. ഹൗവർ മോസ്റ്റ് ഓഫ് ദിസ് വാട്ടർ ഈസ് നോട്ട് ഫിറ്റ് ഫോർ ഹ്യൂമൻ കൺസംഷൻ ഡയറക്ട്ലി. നമുക്കിത് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അല്ലേ? ദ വാട്ടർ ദാറ്റ് ഈസ് ഫിറ്റ് ഫോർ യൂസ് ഈസ് ഫ്രഷ് വാട്ടർ. ഓക്കെ. Perform the following activity to estimate roughly the relative amount of water available in some of these sources. Okay. Can you see this? അതിനകത്ത് സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ്, take a medium sized bucket and fill it up with water. It contains about 20 liters of water. Can you see this? Okay. അവിടെ ഫിഗറും കൊടുത്തിട്ടുണ്ട്. റിമാർക്ക്, അസ്യൂം ദാറ്റ് ദിസ് വാട്ടർ റെപ്രസെൻറ്റ് ഓൾ ദ വാട്ടർ പ്രസൻറ്റ് ഓൺ ദ എർത്ത്. അതായത് ഇത് നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ എർത്തിലുള്ള ഓൾ വാട്ടേഴ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഈസ് ടേക്ക് എ ടീസ്പൂൺ ഓഫ് അബൌട്ട് 5 ml capacity and transfer 100 spoons of water from the bucket to a small container like a bath mug. അതായത് നെക്സ്റ്റ് ഒരു മഗ്ഗിനകത്തേക്ക് വെള്ളം എടുക്കുക. അതായത് 5 ml സ്പൂണിനകത്ത് നമ്മൾ 100 സ്പൂൺ എടുക്കുക. അതാണ് ആ മഗ്ഗിനകത്ത് കാണിച്ചിരിക്കുന്നത്. ദിസ് റെപ്രസെൻറ്റ് ദ ടോട്ടൽ ഫ്രഷ് വാട്ടർ ഓൺ ദ എർത്ത്. ഇത് കാണിക്കുന്നത് നമ്മുടെ ഫ്രഷ് വാട്ടർ, നമ്മുടെ എർത്തിലുള്ള ഫ്രഷ് വാട്ടറിൻ്റെ അളവിനെ കുറിച്ചാണ്. നെക്സ്റ്റ്, from the bath mug transfer 30 spoons of water to a glass tumbler. അതായത് എന്നിട്ടൊരു ഗ്ലാസ് ടംബ്ലറിനകത്തേക്ക് ഒരു 30 സ്പൂൺ വാട്ടർ ട്രാൻസ്ഫർ ചെയ്യുക. ദിസ് ഗീവ്സ് എ മെഷർ ഓഫ് യൂസബിൾ വാട്ടർ പ്രസൻറ്റ് ആസ് ഗ്രൗണ്ട് വാട്ടർ. അതായത് ഗ്രൗണ്ട് വാട്ടറിൻ്റെ അളവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഫൈനലി ടേക്ക് ഔട്ട് എ ക്വാർട്ടർ 1/4 സ്പൂൺ ഫുൾ ഓഫ് വാട്ടർ ഫ്രം ദ മഗ്. എന്നിട്ട് നോക്കി ഒരു സ്പൂണിനകത്ത് വാട്ടർ എടുക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ് ഓൾ ദ വാട്ടർ പ്രസൻറ്റ് ഇൻ ദ ലേക്സ്, റിവേഴ്സ് ഓഫ് ദ വേൾഡ്. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലേക്സിലും റിവേഴ്സിലും ഉള്ള വാട്ടറിൻ്റെ അളവിനെ കുറിച്ചാണ്. ഓക്കെ. The water left in the bucket represent the saline water present in the seas, oceans and partially as groundwater. This water is not fit for human use. Okay. Next is the water left in the bath mug represent the water which is present in the frozen form in glaciers, ice caps and permanent snow. Again not available readily. Okay. Next is forms of water. ഏതൊക്കെ ഫോംസിലാണ് വാട്ടർ കാണുന്നത്? You know that when water circulates through the water cycle, it can be found in all 3 forms: solid, liquid and gas. At any given time, somewhere on the earth, the solid form snow, ice is present as ice caps at the poles of the earth. അതായത് നമ്മുടെ എർത്തിൻ്റെ പോൾസിൽ കാണുന്ന ഐസ് ക്യാപ്സ് ആണ് വാട്ടറിൻ്റെ സോളിഡ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ.
Next is snow-covered mountains and glaciers. Liquid water is present in oceans, lakes, rivers and even underground. ലിക്വിഡ് ഫോം ഓഫ് വാട്ടർ കാണപ്പെടുന്ന ഓഷ്യൻസിൽ, ലേക്സിൽ, റിവേഴ്സിൽ ഒക്കെയാണ്. അതുപോലെ തന്നെ ഇത് ഗേഷ്യസ് ഫോം ഈസ് ദ വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ ദ എയർ അറൗണ്ട് അസ്. ഗേഷ്യസ് ഫോമിൽ വാട്ടർ കാണപ്പെടുന്നത് എയറിലാണ്. ഓക്കെ. വാട്ടർ സൈക്കിൾ. ക്യാൻ യു സീ ദിസ്? വാട്ടർ സൈക്കിൾ. അവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. They are labeled by numbers. Match these numbers with the processes given in the jumbled form. Okay. ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന കണ്ടോ? ഫസ്റ്റ് ഇതാണ്. ഇതെന്താണ്? അണ്ടർഗ്രൗണ്ട് വാട്ടറാണ് കാണിച്ചിരിക്കുന്നത്. സെക്കൻഡ് കാണിച്ചിരിക്കുന്ന അവിടെ സ്പെല്ലിങ് വേറൊരു രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളത് കറക്റ്റാക്കി എഴുതണം. നെക്സ്റ്റ് ഇതെന്താണ്? ഇവാപ്രേഷൻ അല്ലേ? അതുപോലെ തേർഡ് കൊടുത്തിരിക്കുന്നതാണ് കണ്ടൻസേഷൻ. ഓക്കെ. തേർഡ് കണ്ടൻസേഷൻ ആൻഡ് ഫോർത്ത് ക്ലൗഡ്സ്. ഫിഫ്ത്ത് കൊടുത്തിരിക്കുന്ന ട്രാൻസ്പിറേഷൻ. പ്ലാന്റ്സിലൂടെയൊക്കെ വാട്ടർ നഷ്ടപ്പെടുന്നത് ട്രാൻസ്പിറേഷനിലൂടെയാണ്. ആൻഡ് സിക്സ്ത് ഈസ് ഫിൽട്രേഷൻ. കണ്ടോ? സോയിലിലൂടെ വാട്ടർ ഫിൽറ്റർ ചെയ്യുന്നു. സെവൻത് പ്രസിപ്പിറ്റേഷൻ, അതായത് മഴയായിട്ട് പെയ്യുന്നതിനാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. Next is the water is drawn from nearby lakes, rivers, ponds or wells. The water is supplied through a network of pipes. Okay. Many villages do not have such water supply system. അതായത് ഇപ്പോൾ ഇന്ത്യയിലുള്ള പല വില്ലേജസിലും ഇതുപോലെ തന്നെ വാട്ടർ സപ്ലൈ പ്രോപ്പറായിട്ടൊന്നും ഇല്ല. ദെയർ ദ പീപ്പിൾ ഫെച്ച് വാട്ടർ ഡയറക്ട്ലി ഫ്രം ദ സോഴ്സസ്. അവിടെ ആൾക്കാർ വെള്ളം ചുമന്നുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ക്യാൻ യു സീ ദിസ്? വുമൺ ഫെച്ചിങ് വാട്ടർ. ഓക്കെ. ഫെച്ചിങ്. There people fetch water directly from the sources. Often people and even children have to walk several kilometers to fetch water. അതായത് അവർക്ക് വാട്ടർ സപ്ലൈ ഒന്നും പ്രോപ്പറായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഡയറക്റ്റായിട്ട് വാട്ടർ സോഴ്സിൽ നിന്ന് കിലോമീറ്റേഴ്സ് നടന്ന് വെള്ളം ചുമന്നുകൊണ്ടാണ് വരുന്നത്. ദ ചിൽഡ്രൻ സഫർ എ ലോട്ട്. ദേ കനോട്ട് അറ്റൻഡ് സ്കൂൾ റെഗുലർലി സിൻസ് ദേ സ്പെൻഡ് അവേഴ്സ് ഇൻ ഫെച്ചിങ് വാട്ടർ. അതായത് കുട്ടികൾക്കൊന്നും സ്കൂളിൽ പോലും എത്താൻ പറ്റുന്നില്ല. കാരണം എന്താണ്? കിലോമീറ്റേഴ്സ് നടന്നാണ് ഈ വാട്ടർ സോഴ്സിൽ പോയി വെള്ളം ചുമക്കുന്നത്. ഓക്കെ. ഗ്രൗണ്ട് വാട്ടർ ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സാണ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. ഇഫ് വി ഡിഗ് എ ഹോൾ ഇൻ ദ ഗ്രൗണ്ട് നിയർ എ വാട്ടർ ബോഡി വി മേ ഫൈൻഡ് ദാറ്റ് ദ സോയിൽ ഈസ് മോയിസ്റ്റ്. ദ മോയ്സ്ചർ ഇൻ ദ സോയിൽ ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് വാട്ടർ അണ്ടർഗ്രൗണ്ട്. ഓക്കെ. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വാട്ടർ ബോഡിക്ക് അടുത്തായിട്ട് കുഴി കുഴിക്കുമ്പോഴത്തേക്കിന് നമുക്കറിയാം അവിടുത്തെ സോയിൽ എങ്ങനെയായിരിക്കും? മോയിസ്റ്റായിട്ട് അല്ലേ? ഒരു നനവ് കാണും. അതെന്താണ് കാണിക്കുന്നത്? ദിസ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടറിൻ്റെ പ്രസൻസ് ആണ് ഇത് കാണിക്കുന്നത്. ഇഫ് വി ഡിഗ് ഡീപ്പർ ആൻഡ് ഡീപ്പർ വി കുഡ് റീച്ച് ദ ലെവൽ വെയർ ഓൾ ദ സ്പേസസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഓഫ് സോയിൽ ആൻഡ് ഗ്യാപ്സ് ബിറ്റ്വീൻ റോക്സ് ആർ ഫിൽഡ് വിത്ത് വാട്ടർ. അപ്പർ ലെവൽ ഓഫ് ദിസ് ലെയർ ഈസ് കോൾഡ് വാട്ടർ ടേബിൾ. ഈ ഇതിൻ്റെ അപ്പർ ലെവലിന് നമ്മൾ പറയുന്നതാണ്, ഈ ലെയറിൻ്റെ അപ്പർ ലെവലിന് പറയുന്നതാണ് വാട്ടർ ടേബിൾ. ഓക്കെ. ദ വാട്ടർ ടേബിൾ വേരീസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ദ വാട്ടർ ഫൗണ്ട് ബിലോ ദ വാട്ടർ ടേബിൾ ഈസ് കോൾഡ് ഗ്രൗണ്ട് വാട്ടർ. അതായത് ഈ വാട്ടർ ടേബിളിൻ്റെ അടിയിലായിട്ട് കാണപ്പെടുന്ന വാട്ടറിനാണ് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ. The rainwater and water from other sources such as rivers and ponds seeps through the soil and fills the empty sources and cracks deep
below the ground. The process of seeping of water into the ground is called infiltration. What is infiltration? The process of seeping of water into ground is called infiltration. The groundwater thus gets recharged by this process. Okay. At the places, the groundwater is stored between layers of hard rock below the water table. This is known as aquifer. എന്താണ് അക്യുഫയർ എന്ന് പറഞ്ഞാൽ at the places the groundwater സ്റ്റോർ ചെയ്യുക between the layers of hard rock below the water table. വാട്ടർ ടേബിളിന് താഴെയായിട്ടുള്ള ഹാർഡ് റോക്കിൽ ഗ്രൗണ്ട് വാട്ടർ സ്റ്റോർ ചെയ്യുക. ഇതിന് പറയുന്ന പേരാണ് അക്യുഫയർ. ഓക്കെ. Water in the aquifers can be usually pumped out with the help of tube wells or hand pumps. നിങ്ങൾ ഈ ട്യൂബ് വെൽസ് ഒക്കെ കണ്ടിട്ടില്ലേ? ട്യൂബ് വെൽസിൽ നിന്നൊക്കെ നമ്മൾ ഈ അക്വിഫയറിൽ നിന്നാണ് വാട്ടർ പമ്പ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ. So these are today's topic. You study well.